നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കാണാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സീക്വൻസ് ഡിറ്റക്ടർ ആണ്. സോ രണ്ട് പോർഷൻസിൽ നിന്നും പിന്നെ അത് കൂടാതെ കുറച്ച് ആഡർ അതിൻ്റെ ഒക്കെ മീലി ആൻഡ് മോർ ഇംപ്ലിമെന്റേഷൻ നമുക്ക് കാണാനായിട്ടുണ്ട്. സോ ഉറപ്പായിട്ട് സീക്വൻസ് ഡിറ്റക്ടറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ്, ഏകദേശം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനും സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിൻ്റെ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ലിയർ ആണ് താനും. ഓക്കെ, സംഭവം വളരെ സിമ്പിൾ ആണ്. പക്ഷെ അത് മേ ബി ഒന്ന് ആദ്യത്തെ കുറച്ചൊരു 3-4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഓൺലൈൻ എടുക്കുന്നതിൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് നമ്മൾ കോളേജ് ടൈമിൽ ഉള്ള സമയത്ത് നിങ്ങൾ മനസ്സിലാവുന്നില്ലാത്ത ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മറക്കാതെ വരാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് മാത്രമല്ല, ഏതാണെന്നുണ്ടെങ്കിലും കാരണം സീക്വൻസ് ഡിറ്റക്ടർ ഉറപ്പായിട്ട് സംശയം ഉറപ്പായിട്ടും വരും കേട്ടോ. വരാതിരിക്കാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. ഉറപ്പായിട്ടും ഡൗട്ട് വരും സാധാരണഗതിയിൽ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ സീക്വൻസ് ഡിറ്റക്ടർ ആണ് കാണുന്നത്. So sequence detector is basically a kind of sequential machine which is used to detect a sequence. Okay, ഒരു ബിറ്റ് സ്ട്രീം എന്ന് പറഞ്ഞൊരു സ്ട്രീം ഓഫ് ബിറ്റ്സ്. ഓക്കെ, സം റാൻഡം കോമ്പിനേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കോമ്പിനേഷൻ ആയിക്കോട്ടെ, നമുക്കൊരു ബിറ്റ് സ്ട്രീം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു സ്പെസിഫിക് ഒരു സീക്വൻസ് ലൈക്ക് 101 അല്ലെങ്കിൽ 110 അല്ലെങ്കിൽ 1100 സം അങ്ങനത്തെ എന്ത് സീക്വൻസ് വേണമെന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു ബിറ്റ് സ്ട്രീമിൻ്റെ അകത്തുനിന്ന് ആ ഒരു സ്പെസിഫിക് സീക്വൻസിനെ ഡിറ്റക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഹാർഡ്വെയറിനെയാണ് നമ്മൾ സീക്വൻസ് ഡിറ്റക്ടർ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. Okay, so once a sequence is detected, the output എന്ന് പറയുന്നത് will be 1. Okay, if there is no sequence that is getting detected, ആ ഒരു corresponding state the output എന്ന് പറയുന്നത് will be equal to 0. So once we are getting a or once we are detecting a sequence മാത്രമായിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1. ബാക്കിയുള്ള എല്ലാ കേസസിലും the output എന്ന് പറയുന്നത് will be equal to 0. സോ അതിനകത്തൊരു മേജർ ആയിട്ട് രണ്ട് മേജർ ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. സോ നോൺ ഓവർലാപ്പിംഗ് ആൻഡ് ഓവർലാപ്പിംഗ് ടൈപ്പ്. ഓക്കെ, സോ എന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. 1001 മൂർ FSO അതേപോലെ തന്നെ മില്ലി FSO ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ സ്റ്റേറ്റ് ഡയഗ്രാംസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ക്വസ്റ്റ്യനിൽ ചില ക്വസ്റ്റ്യൻസിൽ മൂർ FSM ഉപയോഗിച്ചുകൊണ്ട് നോൺ ഓവർലാപ്പിംഗ് ചോദിക്കാം, അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് യൂസിങ് മൂർ FSM ചോദിക്കാം. ചില ക്വസ്റ്റ്യൻസിൽ മീലി യൂസിങ് ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ മീലി യൂസിങ് നോൺ ഓവർലാപ്പിംഗ്, അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് കോമ്പിനേഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സോ മീലി അല്ലെന്നുണ്ടെങ്കിൽ മൂർ ഉപയോഗിച്ചുകൊണ്ട് ഇംപ്ലിമെന്റേഷൻ ചോദിക്കാം. അതിൻ്റെ അകത്ത് രണ്ട് സബ് ക്ലാസിഫിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്, ഓവർലാപ്പിംഗ് ആസ് വെൽ ആസ് നോൺ ഓവർലാപ്പിംഗ്. ഓക്കെ, സോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഓവർലാപ്പിംഗ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ അപ്പം ഈ ഒരു സീക്വൻസ് ഞാൻ ഈ ഡയഗ്രത്തിൽ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ജാംബോർഡിൽ തന്നെ പറയുന്നതായിരിക്കും. സോ ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. 1001. ഓക്കെ, 1001 യൂസിങ് മൂർ FSM എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ വീണ്ടും തിരിച്ച് ജാംബോർഡിലേക്ക് പോവാണ്. One zero zero one 1001 നോൺ ഓവർലാപ്പിംഗ് അല്ലായിരുന്നോ? അതെ. ഓക്കെ, 1001 എന്ന് പറയുന്ന ഒരു സീക്വൻസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. യൂസിങ് നോൺ ഓവർലാപ്പിംഗ് ടെക്നിക്. രണ്ട് തരത്തിൽ വരുന്നുണ്ട്, ഓവർലാപ്പിംഗ് ആസ് വെൽ ആസ് നോൺ ഓവർലാപ്പിംഗ്. ഓക്കെ, സോ അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന എക്സാമ്പിളിൻ്റെ അകത്ത് മീലായിരുന്നു മൂറായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ്.
Okay, using more FSM. Using more FSM. ഇതാണ് നമ്മുടെ given question. Okay, 1001 എന്ന് പറയുന്ന സീക്വൻസ് ഡിറ്റക്ട് ചെയ്യുക യൂസിങ് more FSM. അതാണ് ക്വസ്റ്റ്യൻ. അതിൽ തൊട്ട് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളെന്ന് പറയാം. എങ്ങനെയാണ് സീക്വൻസ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ബാക്കിയിലേക്ക് പോയിട്ട് നമുക്ക് അറിയുള്ളൂ. ഓക്കെ, സോ അപ്പോൾ സേ ഇങ്ങനെ ഒരു സീക്വൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. 001 001 000 ഇങ്ങനെ ഒരു സീക്വൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സീക്വൻസ് എന്താണ്, 1001 അല്ലെ. അപ്പൊ ഇവിടെ ഒരു 1001 കിടപ്പുണ്ട് അല്ലെ. ഇനി നോക്കിയേ, ഇതിന്റെ പുറകെ വന്നിരിക്കുന്ന സാധനവും 1, ഈ ഒരു 1 അവിടെ നിൽക്കട്ടെ, മിച്ചം കിടക്കുന്ന സാധനവും 001 ആണ് അല്ലെ. അപ്പൊ ഈ ഒരു 1നെയും കൂടെ കൂട്ടി ഒരു ഓവർലാപ്പ് ചെയ്ത് അങ്ങ് എടുക്കുവാണെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, വീണ്ടും ഇതിപ്പോ ഒരു 1001 ഒരു സീക്വൻസ് എനിക്ക് കിട്ടി, ഇതിനെ ഓവർലാപ്പ് ചെയ്തെടുത്താൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഈ 1നെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ സീക്വൻസ് ഞാൻ തുടങ്ങുവാണെങ്കിൽ ഇതിനെ എനിക്കൊരു സെക്കൻഡ് സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. സോ അങ്ങനെ ഓവർലാപ്പ് ചെയ്തെടുക്കുന്നതിന് ഈ ഒരു 1നെ കോമൺ ആയിട്ട് അപ്പുറത്തെ ആദ്യത്തെ സീക്വൻസ് രണ്ടാമത്തെ സീക്വൻസും ആദ്യത്തെ സീക്വൻസിന്റെ അവസാനവും രണ്ടാമത്തെ സീക്വൻസിന്റെ ആദ്യവും വരുന്ന ഒരു സാധനമാണ് അല്ലെ. എല്ലാ കേസസിലും ഓരോ കേസ് ടു കേസ്, ഓരോ സീക്വൻസ് ടു സീക്വൻസ് ഈ സംഭവം ഡിഫറെന്റ് ആയിരിക്കും. ഇങ്ങനെ എടുക്കുന്നതിനാണ് നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനിയിപ്പോ സെയിം സീക്വൻസ് തന്നെ, ഈ സെയിം സാധനം തന്നെ 010001000 ഇങ്ങനെ പോവാന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സെയിം സാധനം തന്നെ നോൺ ഓവർലാപ്പിംഗ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 1001 കണ്ടുപിടിച്ച സമയത്ത് എനിക്ക് ഒരു സീക്വൻസ് ഡിറ്റക്ട് ആയി, പക്ഷെ ഈ 1നെ എനിക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. ഇനി ഇപ്പൊ നോക്കിക്കേ, ഈ 00 കഴിഞ്ഞു, ഇനി വീണ്ടും അടുത്ത 1 വന്ന് വീണ്ടും ഒരു 1001 വന്നെങ്കിൽ മാത്രമേ എനിക്ക് രണ്ടാമത്തെ സീക്വൻസ് ഡിറ്റക്ട് ആയിട്ടുള്ളൂ. ഇനിയിപ്പോ തൊട്ട് മുകളിലത്തെ കേസിൽ ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഇതിന് പകരം വീണ്ടും ഒരു 1 ആണെന്ന് വിചാരിക്കാം. ഇതിപ്പോ ഓവർലാപ്പിംഗ് ആണെങ്കിൽ വീണ്ടും ഇതിനെ ഓവർലാപ്പ് ചെയ്ത് എനിക്കൊരു മൂന്നാമത്തെ സീക്വൻസ്, ശരിക്കും പറഞ്ഞാൽ ഈ സെയിം സാധനമാണ്, സെയിം ബിറ്റ് സ്ട്രീം മുകളിലും താഴെ ഞാൻ ഉപയോഗിച്ചു അല്ലെ. അപ്പൊ ഇത്രയും നമ്പർ ഓഫ് ബിറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓവർലാപ്പിംഗിന്റെ കേസിൽ എനിക്ക് 3 സീക്വൻസുകളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ നോൺ ഓവർലാപ്പിംഗ് യൂസ് ചെയ്യുന്ന സമയത്തോ സെയിം നമ്പർ ഓഫ് ബിറ്റ്സ്, സെയിം സാധനം, സെയിം കോമ്പിനേഷൻ അല്ലെ, എത്ര സീക്വൻസിനെ എനിക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, 2 സീക്വൻസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഓവർലാപ്പിംഗ് ആൻഡ് നോൺ ഓവർലാപ്പിംഗ്. അപ്പൊ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, തൊട്ട് മുമ്പത്തെ സീക്വൻസിന്റെ ബിറ്റിനെയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ ഒരു സീക്വൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെയും കൂടെ യൂസ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് പുതിയ സീക്വൻസിലേക്ക് ആഡ് ചെയ്യാം, ഇഫ് റിക്വയർഡ് അങ്ങനത്തെ സീക്വൻസ് ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇനിയിപ്പം നോൺ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ സീക്വൻസ് എന്തായാലും ശരി, ഇനി പുതിയൊരു 1001 വരാതെ എനിക്ക് പരിപാടി നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. ദാറ്റ് വിൽ ബി നോൺ ഓവർലാപ്പിംഗ് സീക്വൻസ്. സോ ഇതാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഓവർലാപ്പിംഗ് ആൻഡ് നോൺ ഓവർലാപ്പിംഗ് ടൈപ്പ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടിയെന്ന് പറയുന്നത് ഈസ് ദ നോൺ ഓവർലാപ്പിംഗ് ടൈപ്പ്. 1001ന്റെ നോൺ ഓവർലാപ്പിംഗ് ടൈപ്പിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള FSM ആണ് നമുക്ക് വരയ്ക്കാനായിട്ട് ഉള്ളത്. സോ എത്ര സ്റ്റേറ്റ്സ് വേണം എന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മൂർ FSM ആണ് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് പോകുന്നത്. സോ മൂർ FSMത്തിന്റെ അകത്ത് നമുക്കറിയാം, മൂർ FSMത്തിൽ നമ്മൾ ഔട്ട്പുട്ടും കൂടെ ഡിഫൈൻ ചെയ്ത്, ഓരോ സ്റ്റേറ്റ്സിന്റെ അകത്ത് ഔട്ട്പുട്ടും കൂടെ ഡിഫൈൻ ചെയ്താണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പൊ ഇനീഷ്യലി ഫസ്റ്റത്തെ സ്റ്റേറ്റ് 0. അപ്പൊ എപ്പോഴാണ് 1 ആവുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞത് 1 ആവുന്നത് എപ്പോഴാണ്, when the output